കുറച്ചധികം ദിവസങ്ങളായിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട്. കുറച്ച് നാളായിട്ടുണ്ട് ഈ ഒരു ക്ലേ ഒക്കെ വാങ്ങി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലേ കൊണ്ട് പരീക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട്. ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പരീക്ഷണങ്ങൾ നടക്കാറുണ്ട്. സക്സസ് ആവാറുണ്ട്, ഫ്ലോപ്പ് ആവാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ സക്സസ് ആയിട്ടുള്ളൊരു കാര്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഒരു കുഞ്ഞ് ഗണപതിനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം 1-2 പ്രാവശ്യം നമ്മളുടെ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സക്സസ് ആയിട്ടുണ്ട്. ഞാനിവിടെ സൂക്ഷിച്ചൊക്കെ വെച്ചിരുന്നു. വീട് മാറിയപ്പോൾ സാധനം കാണാണ്ടായിട്ട്, അല്ലെങ്കിൽ ഞാനത് നിങ്ങളെ കാണിച്ചു തന്നേനായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഉണ്ടാക്കിയപ്പോൾ അത് നല്ല രീതിയിൽ ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഇപ്പം ഞാൻ ആദ്യം ഗണപതിനെ ഉണ്ടാക്കാനായിട്ടിരിക്കുന്നത്. ഞാൻ ഇതിൽ മുൻപൊക്കെ ഉണ്ടാക്കാറുള്ളതേ ഫെവിക്രിലിൻ്റെ ഒരു ക്ലേ ഉണ്ട് വൈറ്റ് കളറിൽ. കുറച്ചും കൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത് ആ ഒരു ക്ലേ ആണ് കേട്ടോ. 2 കോമ്പൗണ്ട്സ് തമ്മിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ ആ ക്ലേ യൂസ് ചെയ്യുക. പക്ഷേ ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നത്. ഇത് ശരിക്കും നമ്മളുടെ കളിമണ്ണൊക്കെ കുഴയ്ക്കുന്നത് പോലെയുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ക്ലേ. പക്ഷേ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ നല്ല ഫിനിഷിങ്ങും കിട്ടുന്നത് തോന്നിയത് മറ്റേ ഫെവിക്രിലിൻ്റെ ക്ലേ ആണ് കേട്ടോ. അത് ഡ്രൈ ആയി കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇങ്ങനെ കല്ല് പോലെ ആവുകയും ചെയ്യും. നമുക്കിങ്ങനെ കൈ കൊണ്ടാണെങ്കിൽ ആക്കിയൊക്കെ കൊടുക്കുമ്പോഴേ നല്ല അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് വരും. ഇത് കുറച്ചും കൂടെ നമ്മളെ കളിമണ്ണൊക്കെ ആക്കിയിട്ട് വരില്ല, അപ്പോൾ അങ്ങനെ ഒരു വിള്ളൽ പോലെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്ലേയിൽ. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അരമണിക്കൂറൊന്നും എടുത്തില്ല കേട്ടോ നമ്മളുടെ ഗണപതി സെറ്റായിട്ടുണ്ടായിരുന്നു. ആദ്യം ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കിയപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട് ക്ലേ ഒന്നും തൊട്ടിട്ടുള്ള പരിപാടികളെ ചെയ്യാറില്ല കേട്ടോ. ഒന്നാമത് നേരമില്ല, പിന്നെ ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നപ്പോഴേക്കും നമ്മളുടെ ഗണപതി സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത ക്ലേ കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു പീഠം പോലെയൊക്കെ ആക്കിയിട്ട് അതിലേക്ക് വെച്ചു കേട്ടോ ഗണപതിനെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗണപതിയുടെ ലുക്ക്. ഭയങ്കരമായിട്ടൊരു ഫിനിഷിംഗ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഏകദേശം ഒരു ഗണപതിയുടെ രൂപമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും നന്നായി എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റിൽ വന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കളിമണ്ണിൻ്റെ കളറിലിരിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കാണാനായിട്ട്. നമ്മൾ അങ്ങനെയും കാണാറുണ്ടല്ലേ ഗണപതിയുടെ രൂപങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി വേറെ എന്തെങ്കിലും കളറുകൾ അടിച്ചു കൊടുക്കാമെന്ന് തോന്നി. ഞാൻ ആദ്യം ചെയ്തിരുന്നപ്പോൾ ഗോൾഡൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ കോപ്പറിൻ്റെ കളർ അടിച്ചു കൊടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇതിപ്പോൾ ആ മണ്ണിൻ്റെ കളർ വന്നിരിക്കുന്നതും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം ഞാൻ പിന്നെ എന്തായാലും കോപ്പർ അടിക്കാൻ നിന്നില്ല, ഗോൾഡൻ കളർ തന്നെ അടിച്ചു കൊടുത്തു. ഗോൾഡൻ കളറൊക്കെ അടിച്ചു കൊടുത്തപ്പോൾ കുറച്ചും കൂടെ ഒരു ഫിനിഷിങ് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ വലുതാക്കി ഉണ്ടാക്കണം എന്ന് പിന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ കുറേ നാളായില്ലേ ഉണ്ടാക്കിയിട്ട്, ശരിയാവുമോ എന്നുള്ളത് ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും സാധനം എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ.